അടിമകളോട് അതിക്രമം കാണിക്കുന്നവര് അവരൊരിക്കലും വിജയിക്കൂല. ഇലക്ഷന്റെ സമയമാണ് വരാൻ പോകുന്നത്. ആ ഇലക്ഷന്റെ സമയത്ത് പല അതിക്രമങ്ങളും പലരും കാണിക്കുന്നുണ്ട്. ആ അതിക്രമം അത് ഇസ്ലാം അനുവദിച്ചതല്ല. വിജയം തോൽവി എന്നുള്ളത് അത് സ്വാഭാവികമാണ്. വിജയിച്ചവർക്ക് അഹങ്കരിച്ച് നടക്കാനുള്ള ലൈസൻസ് അല്ല. ഭൂമിയിൽ നീ തുള്ളിച്ചാടി നടക്കണ്ട, അഹങ്കരിച്ച് നടക്കണ്ട. നിനക്ക് അഹങ്കരിക്കാൻ ദുനിയാവിൽ ഭൂമിയിൽ ഒരു അവകാശവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ ഒരു മനുഷ്യനും അഹങ്കരിക്കാൻ സാധിക്കൂല. സ്വർഗത്തിലേക്ക് 2 കാലെടുത്തു വെക്കുന്നത് വരെ ഒരാൾക്കും അഹങ്കരിക്കാൻ ഒരു അവകാശവുമില്ല, ഒരു സ്വാതന്ത്ര്യവുമില്ല. അതിക്രമം കാണിക്കുന്നവന് സ്വർഗമില്ല. നാമത വിജയിച്ചാൽ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് അവന് ശുക്റാണ് ചെയ്യേണ്ടത്. നമുക്ക് വിനയത്തിന്റെ മനസ്സാണ് വേണ്ടത്, തവാദുവിന്റെ മനസ്സാണ് വേണ്ടത്. അല്ലാതെ എന്റെ കഴിവല്ല, നിങ്ങളുടെ ആരുടെയും കഴിവല്ല, ഈ ഭൂമിയിലുള്ളവരുടെ കഴിവല്ല. എല്ലാം അള്ളാഹു തന്നതാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പല വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കും. അതാ പല വാഗ്ദത്തങ്ങളും ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊരുത്തപ്പെടുന്ന കാര്യമല്ല. ആ വാഗ്ദത്തത്തെ പറ്റി അല്ലാഹു തആല ചോദിക്കും, ഔഫൂ ബിൽ അഹ്ദ് ഇന്നൽ അഹ്ദ കാന മസ്ഊലാ. നിങ്ങൾ കരാർ പൂർത്തിയാക്കണം, നിങ്ങൾ വാഗ്ദത്തം പൂർത്തിയാക്കണം. റോഡ് ശരിയാക്കി തരാം, ഞാൻ അതാ ആധാരം ശരിയാക്കി തരാം, എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാം. പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോടും നന്ദിയില്ല, ജനങ്ങളോടും നന്ദിയില്ല. അള്ളാഹു ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആളാരാണെന്ന് അറിയുമോ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ ഏറ്റവും ഖൈറായവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. വാഗ്ദത്തം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കുന്നവരാണ്. അതിനെപ്പറ്റി അല്ലാഹു തആല ചോദിക്കും.